വിശ്വാസത്തോടെ വിളിച്ചു പറയുമോ അവരെന്നുമെന്നും മതിയായവൻ അവற்றிൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മകമേ അവൻ മതിയായവൻ അവർക്ക് ലോകത്തിൽ പ്രയാസങ്ങളിൽ മകമേ അവൻ മതിയായവൻ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതേനോ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതേനോ പതിനായിരത്തിന്റെ ഒരംശം ചൊല്ലിടുവാൻ ആരില്ല സാധ്യമം സന്തോഷത്തോടെ പതിനായിരം ഒരംശം അതിശയമേ ദൈവത്തെ സ്നേഹം എത്ര മനോഹരമേ അതിശയമേ ദൈവത്തെ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ ദൈവമേ നിന്മഹ സ്നേഹമത് വിധമാറ്റു ചിന്തിച്ചറിയാ ദൈവമേ നിന്മഹ സ്നേഹമത് വിധമാറ്റു ചിന്തിച്ചറിയാ എനിക്കാവതിലേ അതിനാഴമളന്തിടാൻ എത്ര ബഹുരമത് എനിക്കാവതിലേ അതിനാഴമളം എത്ര ബഹുരമത് എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ മോദമേഴും തിരുമാറി ഉല്ലാസമായി സന്നദ്ധം ചേർന്നിരുന്ന മോദമേഴും തിരുമാറി ഉല്ലാസമായി സന്നദ്ധം ചേർന്നിരുന്ന ഏകജാതനം യേശുവേ പാലകർത്താൻ തന്ന സ്നേഹമതിശയമേ ഏകജാതനം യേശുവേ പാലകർത്താൻ തന്ന സ്നേഹമതിശയമേ അതിശയമേ ദൈവത്തെ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തെ സ്നേഹം I bring greetings in the name of our Lord Jesus Christ. എൻ്റെ പേര് ഷിബു ചെറിയാൻ. ഇന്ന് രാത്രികാലം പാസ്റ്റർ പറഞ്ഞ പോലെ മലയാളം അത്രയും എനിക്ക് അത്ര ഒരു ഇതില്ല, but I'll speak more in English. I will also speak a little bit in Malayalam tonight. I'm praying that it will be a blessing to all of you. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് എല്ലാം ഒരു അനുഗ്രഹത്തിന്റെ ഒരു സമയമായിരിക്കട്ടെ. You will not believe, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ചുരുക്കമായിട്ടൊരു പാട്ടിൽ ഇപ്പം കേട്ടു, പാസ്റ്റർ ആ പാട്ട് തുടങ്ങി പക്ഷെ അത് നിർത്തി. ആ പാട്ടാ ഇന്ന് എൻ്റെ പ്രസംഗ വിഷയം. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ when I heard the song, I knew that the Holy Spirit want to talk about this subject matter to you. So ഇന്ന് രാത്രികാലം ചുരുക്കം ഒരു ഇച്ചിരി നേരം നമുക്ക് ദൈവവചനത്തിൽ മുമ്പേ നമുക്ക് ഇരിക്കാം. എന്നെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. I want to speak the word of God. നിങ്ങളെല്ലാം ദൈവവചനം കേൾക്കാനും ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുമ്പോൾ I don't want to speak about anything about myself. I praise God. I am in Charlotte, ഒരു AG ചർച്ചിലെ പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുന്നു ഞങ്ങളെ. ഞങ്ങളുടെ ശുശ്രൂഷ എല്ലാം ഇംഗ്ലീഷില്ല, മോസ്റ്റ്ലി ബിക്കോസ് ഞങ്ങൾക്ക് തമിലിയൻസും വേറെ ലാംഗ്വേജസും ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷില്ല. ബട്ട് മെജോറിറ്റി ആർ മലയാളീസ്. അതുകൊണ്ട് ഞാനും മലയാളം തന്നെ നോർത്ത് ഇന്ത്യ ജനിച്ചു വളർന്നു. I grew up in North India. In Orissa, I studied in Lucknow. I was in Delhi. My wife is from Bombay. അങ്ങനെ ഞങ്ങള് all over the country. ഇന്ത്യയുടെ ഒരു ലിങ്ക് ഉണ്ട്. ഇന്ത്യ എനിക്ക് ഇച്ചിരി familiar, but I speak in Malayalam also. So ഇന്ന് രാത്രികാലം I'm praying that God is going to bless each one of us. ഒരു ചെറിയൊരു ആലോചനയ്ക്ക് വേണ്ടി നമുക്ക് എബ്രായർ ലേഖനം Hebrews chapter 12 and verses 1 and 2. നമുക്ക് എല്ലാം പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാൻ അതിൽ ഈവൻ വായിച്ച് സമയം എടുക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗം മാത്രം, അതിലൊരു ചിന്ത മാത്രം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ നമ്മളോട് പറയുന്നത്, the word of God is saying that we are surrounded by so many witnesses. അനേക സാക്ഷികളുടെ ഒരു സമൂഹം നമ്മളെ ചുറ്റിനിരിക്കുന്നു. The witnesses that we talk about have been listed in the previous chapter, Hebrews chapter 11. ഒരു നിരയായിട്ട് വെച്ചേക്കുന്ന വിറ്റ്നസസിന്റെ വിശ്വാസ ജീവിതത്തെ കാണിച്ചുകൊണ്ട് the writer of Hebrews says that now we are surrounded by such a great crowd of witnesses. ഈ ഒരു സാക്ഷികളുടെ സമൂഹത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആലോചന, നമ്മള് ഈ ഓട്ടം ഓടണം. we are running a race. നമുക്കൊരു അന്ത്യമുണ്ട്. there is an end to our race. അപ്പം ഈ ഓട്ടം ഓടുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഇന്ന് രാത്രികാലം ഞാൻ എല്ലാ ദൈവ മക്കളെയും I want to remind you. ഈ ഓട്ടം ഓടുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തതിനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് മറക്കാതെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണ് കർത്താവിങ്കിലേക്കായിരിക്കണം. We need to fix our eyes on Jesus. When we are running the race today, and we know we are in a unprecedented time. കോവിഡിന്റെ വിഷയം കൊണ്ട് അനേകര്, even this country is not able to cope. We don't have answers how to cope up with this pandemic. ഇന്ത്യയിൽ നമ്മൾ ഇപ്പം കേട്ട പോലെ അനേക പ്രയാസങ്ങൾ, പ്രോബ്ലംസ്, ആക്സിഡൻസ്, നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം വരുമ്പോൾ ഒരു ഭയം വരുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പം നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. ദൈവമക്കളാണ് നമ്മളോട് ദൈവത്തിന്റെ ആലോചന എന്തുവാ? നമ്മുടെ കണ്ണ്, ടേൺ യുവർ ഐസ് ടു ജീസസ്. കർത്താവിലേക്ക് നമ്മുടെ കണ്ണ് പതിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മള് ഒത്തിരി ന്യൂസ് കണ്ട് നമ്മൾ വ്യാകുലപ്പെടരുത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ന്യൂസ് കാണരുതെന്നല്ല പറയുന്നത്, പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും വി ആർ ഗെറ്റിംഗ് ഡിപ്രസ്ഡ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ. നാളെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, ഈ എക്കോണമിയെ കുറിച്ച് അറിയത്തില്ല, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് അറിയത്തില്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ. പക്ഷെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് മാത്രം. Put your eyes on Jesus. Hallelujah. ഇതിന്റെ ആധാരമായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. Psalms 123, 123 സങ്കീർത്തനം 1-2 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, unto you I lift up my eyes, you who dwell in the heavens. And behold, as the eyes of the servants look on the hand of their masters, the eyes of the maid to the hand of their mistress, so our eyes look to the Lord, our God, until he has mercy on us. നമ്മള് കർത്താവിന്റെ ദയ വരുന്ന വരെ നമ്മുടെ കണ്ണ് നമ്മുടെ യജമാന്റെ കയ്യിലേക്കായിരിക്കണം. It should be in the hand of our masters, in the hand of our mistress. നമുക്ക് വരുന്ന സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ. There is no other help that we can expect from anywhere else. Brothers and sisters, today the word of God is very clear. So tonight I want to speak on the subject, fix your gaze on Jesus. Get a 2020 vision in 2020. Very, very remarkable. 2020 നമ്മള് ഈ ഒരു വർഷം ഇനിയും we will never get it, but get a 2020 vision. When I'm talking about a 2020 vision, I know many of us, we have visited the office of a optometrist. അവിടെ നമ്മൾ പോകുമ്പോൾ the optometrist makes you sit and look at a chart, and it is as you look at the chart, you're sitting 20 feet from the chart, and in that chart there is a red line. They call it a 2020 line in that chart, and the last line, if you are able to read without the aid of any glasses or anything, you have a 2020 vision. It is called the red line. And this 2020 vision, a spiritual vision, is what we all need, because many times we are having cataract. നമ്മുടെ കണ്ണ് കുരുടായിരിക്കുക. We are looking at things that we are not supposed to be seeing, and we are not looking at the person that we are supposed to be seeing today. ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് ആയിരിക്കണം. Because when we see Jesus, he is going to take us to the next step.
and we can do greater things for the Lord. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നോക്കും if we are able to look and put our eyes on Jesus. So I want to talk to you that if there is anybody that you want to look at Jesus. Do not look at any pastors. Do not look at any leaders. Do not look at any government or any economy. Everything can come down, but put your eyes on Jesus. കർത്താവിലേക്ക് മാത്രം നമ്മുടെ കണ്ണ്. Put your eyes, because he is the only perfect example of what a life of faith looks like. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവാ. About him it described, he is the author and finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിലേക്ക് നമ്മുടെ കണ്ണുകള് പതിക്കണം ഈ ദിവസങ്ങളില്. നമ്മുടെ and we have to really understand that our life on this earth is actually a race that we are running towards a destination. So when we are running this race, tonight I want to talk about basically 4 reasons. ഞാൻ 4 കാരണങ്ങൾ ഞാൻ പറയാം why we should fix our eyes on Jesus. ഒന്നാമത്തെ കാരണം, and I'll take some examples from the word of God. ഒന്നാമത്തെ കാരണം, the reason why we should fix our eyes on Jesus is to walk by faith. വിശ്വാസത്തോടെ നടക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് പതിക്കണം. Without putting our eyes on Jesus, we are walking by sight and not by faith. 2 Corinthians 5:7 പറയുന്നത് we walk by faith and not by sight. നമ്മുടെ ജീവിതത്തിൽ കൂടി കർത്താവ് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ വിശ്വാസത്താൽ നടക്കണം, കാഴ്ചയാലല്ല. That is not the way that we have to talk. I will tell you a very simple story. നമുക്കെല്ലാം പരിചയമുള്ള ഒരു കഥ ഞാൻ പറഞ്ഞിട്ട് from the Bible. I want us to take you, if you have your Bibles, turn with me to the Gospel of Matthew. മത്തായി സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം തൊട്ട് ഞാനൊരു ചെറിയൊരു കർത്താവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയാം. I want to make you understand what it means to walk by faith. ഇതുപോലൊരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് ബൈബിളിൽ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ when you see verse number 22, കർത്താവ് നിർബന്ധിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, you get into the boat, and he sent the multitudes away. He went up the mountain, and when it was evening, നമ്മൾ ഇവിടെ കാണുന്നത് ആ ഒരു ബോട്ട്, ആ പടക് കടലിനകത്ത്, it was tossing in the wind. It was tossing in the wave. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരു പ്രതികൂലം വന്നിരിക്കുന്നു. കാറ്റ്, കടല്, everything is tossing up and down. ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. They are in a state. ഇവിടെ പറയുന്നത് the 4th watch, Jesus walks on the water. 4-ാം യാമത്ത് കർത്താവ് വെള്ളത്തിന്റെ മേൽ നടന്ന് he comes to the place where the disciples are. ഇന്ന് നമ്മൾ ഒരു കൊടുങ്കാറ്റിന്റെ അകത്ത് തിരമാലകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതിക്കുമ്പോൾ ഞാൻ പറയട്ടെ, 4-ാം യാമത്ത് കർത്താവ് നമ്മുടെ അടുത്ത് നടന്നു വരുന്ന ഒരു കർത്താവിനെ ഞാൻ കാണിക്കുക. I want to tell you that he is there close beside us. ഇന്ന് കർത്താവ് കടലിന്റെ മേൽ നടന്നു വരണ്ട, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഒരു നാൾ ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ്, he said, I will never leave you. I am there with you. He is there on our side. But at that moment, physically, as a person, Jesus could not be there on the boat, but he walked on the water. Now the beautiful thing is that കർത്താവ് അവിടെ ആ കടലിന്റെ മീതെ കൂടെ സംസാരിച്ചു. What did he say? Do not be afraid. ഭയപ്പെടേണ്ട. It is I. ഞാൻ ആകുന്നു. He introduced himself, and the disciples came to understand it is their master, their Lord Jesus Christ. കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. When he spoke to them the word, immediately when they spoke, പത്രോസ് അവിടെ among all the disciples, അവരാരും ഒന്നും ചെയ്യാത്ത സമയത്ത് പത്രോസ് ഒരു വാക്യം കർത്താവിനോട് പറഞ്ഞു, Lord, if it is you, നീ ആണെങ്കിൽ
You command me to come to you on the water. നീ കൽപ്പിക്കുക ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുത്തോട്ട് വരാം. And so Jesus said, come. ദൈവമക്കളെ, I want you to pay attention. I want you to run your imagination. Jesus is standing on the water. It is in the midst of a troublous time. Jesus is telling to Peter, come. Veriga. ആ വാക്കിനാൽ, when Peter heard the word of the master, യേശുവിന്റെ ആ വാക്ക് കേട്ടപ്പോൾ, you know what Peter did? ആ പടകിൽ നിന്ന് തന്റെ കാല് it was a secure place for Peter. ആ പടക് എന്ന് പറഞ്ഞാൽ that boat was a place of security, a place that would keep him from drowning. ആ security ന്ന് തന്റെ കാല് പടകിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലോട്ട്, by faith, as he was looking at Jesus, കർത്താവെ കണ്ടോണ്ട് തന്റെ കാല് പടകിൽ നിന്ന് വെള്ളത്തിന് മേൽ വെച്ചു. Do you know what happened? When his eyes was upon Jesus, when his feet was away from the boat and on the water, do you know what happened? Against the forces of gravity, against any science can explain, Peter, when he touched the water, it became like a pavement for him. ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാല്, it says, when Peter came out of the boat, പടകിൽ നിന്ന് വെളി വന്നപ്പോൾ, he walked on the water to go to Jesus. വെള്ളത്തിന് മേൽ നടന്ന് കർത്താവിന്റെ അടുത്തോട്ട് പത്രോസ് തിരിഞ്ഞു. You know, his eyes was always upon Jesus. കർത്താവിന്റെ വാക്കിനാലാ ചെയ്തത്, ചുമ്മാതെ എടുത്ത് ചാടിയതല്ല. കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞപ്പം he took his step. He walked on the water. കർത്താവ് കഴിഞ്ഞാൽ വേറെ ഒരു വ്യക്തിയേ ഉള്ളൂ വെള്ളത്തിന്റെ മേൽ നടന്നത്, അത് പത്രോസാ. പത്രോസ് എപ്പോഴാ നടന്നത്? തന്റെ കണ്ണ് കർത്താവിലേക്ക് പതിച്ച സമയത്ത്. You know, that is the walk of faith. വിശ്വാസത്തോട് നടക്കുന്ന പറഞ്ഞാല് പത്രോസിന്റെ കണ്ണ് യേശു ക്രിസ്തുവിന്റെ മേലാണ്. He started walking step 1, 2, 3. Then what he saw? ആ നടന്ന സമയത്ത് തന്റെ കണ്ണ് കർത്താവിലേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. He saw the wind was boisterous. അത് നോക്കിയപ്പോൾ he became afraid, and the word of God says he began to sink. വെള്ളത്തിലോട്ട് താഴാൻ തുടങ്ങി. എപ്പോഴാ താഴാൻ തുടങ്ങിയത്? When he lifted his eyes from Jesus. യേശു ക്രിസ്തുവിന്റെ ആ മോഹത്തിൽ നിന്ന് കണ്ണ് മാറ്റി ആ വലിയ കൊടുങ്കാറ്റിലോട്ട് നോക്കിയപ്പോൾ പേടിച്ചു പോയി. പത്രോസ് വെള്ളത്തിനകത്തോട്ട് he started going down into the water. But the good part of the story is he did not fall. Jesus caught him. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തോട് നടക്കണമെങ്കിൽ we can do great things for the glory of God. പക്ഷെ കർത്താവിന്റെ വാക്ക് വിശ്വസിക്കണം. കർത്താവ് എന്തോ പറയുന്നത് അത് അനുസരിക്കണം. And we can even walk on the water upon his word. കർത്താവിൽ നമ്മുടെ കണ്ണ് പതിക്കണം. That is a beautiful illustration of walking by faith. Do you know what Jesus told the disciples when he came on the boat? 31ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്, Oh, you of little faith, അല്പവിശ്വാസിയെ നീ എന്തിന്, why did you doubt? ദൈവമക്കളെ, this was a life lesson for the disciples about walking by faith. കർത്താവ് ഇത് അറിഞ്ഞുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ ഈ ഒരു സംഭവം കർത്താവ് അറിയാതല്ല, പക്ഷെ ആ ശിഷ്യന്മാർക്ക് വിശ്വാസത്തോട് എങ്ങനെ നടക്കേണ്ടെന്നുള്ള ഒരു രീതി കർത്താവ് അവരെ കാണിക്കുമായിരുന്നു ത്രൂ ദിസ് ഇൻസിഡന്റ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. There is lot of wind and waves coming into. ഞാൻ പറയട്ടെ, നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പതറിപ്പോകാതെ കർത്താവിൽ നമ്മുടെ കണ്ണ് പതിക്കുക. Put your eyes upon Jesus. Praise the Lord. നമ്മുടെ കണ്ണ് പതിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് എടുത്ത് നമ്മളെ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കണം. നമ്മളൊരു സാധാരണ ഒരു വിശ്വാസ ജീവിതത്തിൽ പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. We have to walk in faith. വിശ്വാസത്തോട് വൻ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വാക്കുകള്
ടോട്ടലായിട്ട് വിശ്വസിച്ച് നമ്മൾ നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐ നോ ദാറ്റ് യു ഓൾ ലവ് മലയാളം സോങ്സ്. ഞാൻ ഒരു മലയാളത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഒന്ന് പാടിക്കട്ടെ. കണക്റ്റഡ് ടു ദിസ് പാട്ട്. ഇവിടെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ട്. ഐ നോ മെനി ഓഫ് യു വിൽ ലൈക്ക് ദിസ് സോങ്. ഒരു പഴയ പാട്ട്. ആഴിയെന്നോർത്തില്ല, ആഴമാണെന്നില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാണെന്നില്ല, ബലപ്പെട്ടു ഞാൻ ചെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു വരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു വരുവാൻ. യാഹേ നീ എൻ ദൈവം, ഞാൻ നിന്നെ സ്തുത്യർഗാമി നാമം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഫുൾ പാട്ട് പാടാനുണ്ട്, പക്ഷെ അതിന്റെ സമയമില്ല. ആഴിയെന്നോർത്തിൽ, ആഴമെന്ന് അറിയാതെ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ പത്രോസ്, പീറ്റർ walked on the water. What a mighty walk on faith. So the first thing is, if you put your eyes on Jesus, we can walk by faith. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോട് ഉള്ള നടപ്പാ പഠിപ്പിക്കുന്നത്. We have to let loose of the things that we are put our trust in. നമ്മുടെ ജോലിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തു, unemployment is everywhere. നമ്മുടെ ഹെൽത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തു, people are getting suffered anywhere. നമ്മുടെ ഈ രാജ്യത്തിന്റെ എക്കോണമിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തു, it is going nowhere. എവിടൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ അതെല്ലാം താഴെ പോകുമ്പോൾ കർത്താവിൽ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് ആയിരിക്കട്ടെ. ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് ഞാനൊരു വാക്യം പറയട്ടെ. നമ്മൾ കർത്താവിൽ മാത്രം നോക്കിയല്ല, കർത്താവിൽ വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസം ഈ ദിവസങ്ങളിൽ ഒരു ഞാൻ ഒരു വാക്യം പറയട്ടെ. ജോൺ ചാപ്റ്റർ 6, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ജീസസ് said, for this is the will of the Father, that everyone who looks on the Son and believes in him shall have everlasting eternal life. I will raise him up on the last day. Everyone who looks on the Son and believe in him. നമ്മൾ കർത്താവിനെ നോക്കുക മാത്രമല്ല, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയും വേണം. Very important. There were people in the time of Jesus who wanted to see Jesus. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലൂക്കോസ് അതിന്റെ 23:8 കിങ് ഹെറോഡ് wanted to see Jesus. ഹെരോദ രാജാവ് യേശുവിനെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. You know why? He wanted to see him. It says for a long time he wanted to see Jesus because he wanted to see some miracles. കർത്താവ് ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ഹെരോദാവ് രാജാവ് കർത്താവിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. You know why he looked? He wanted to see some miracles. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിന്റെ അടുത്ത് വരുന്നുണ്ട്. ചില കാര്യസാധ്യതന് വേണ്ടി നമ്മൾ കർത്താവിന്റെ അടുക്കൽ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, അതിനൊന്നും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരണ്ട. കം ടു ലുക്ക് അറ്റ് ഹിം ആൻഡ് ബിലീവ് ഇൻ ഹിം. കർത്താവിലേക്ക് നോക്കി കർത്താവിൽ വിശ്വസിക്കാൻ നമ്മുടെ കണ്ണ് ഈ ദിവസങ്ങളിൽ പതിയട്ടെ. ദിസ് ഇസ് വാട്ട് ഹി വാണ്ട്സ്. നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മുടെ കണ്ണ് പതിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് നടക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ, ഞാൻ എളുപ്പം പറഞ്ഞു തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം അവിടെ വേറൊരു ഇൻസിഡന്റ് വായിക്കുന്നുണ്ട്. അതിന്റെ 12-ാമത്തെ അധ്യായം 21 തൊട്ട് 26 വരെ നമ്മൾ വായിക്കുമ്പോൾ, ചില some Greeks came and അവര് ഫിലിപ്പോസിന്റെ അടുത്ത് വന്നു പറഞ്ഞു, സർ വി വാണ്ട് ടു സീ ജീസസ്. ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണം. അവിടെ നമ്മൾ വായിക്കുന്നത്, താഴെ നമ്മൾ നോക്കുമ്പോൾ
യേശു ക്രിസ്തു അതിന്റെ ഉത്തരമായിട്ട് പറയുന്നത് ഒരു വലിയ ഒരു ആത്മീയ വിഷയമാണ്. He speaks about a grain of wheat falling into the ground and dying, and when it dies, it brings a lot of fruit. And he says about following Jesus. അവിടെ താഴെ വായിക്കുന്നത് നമ്മൾ ആ വാക്യത്തിൽ നോക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഒരു grain of wheat. Just imagine if it's not dying, it stays by itself. But it will die, it will bear much fruit. Actually, Jesus was talking about himself. തന്റെ മരണവും തന്റെ റിസറക്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കൂടെ അനേകര്, there will be a lot of harvest because he died. കർത്താവ് മരിച്ചുകൊണ്ട് അനേകര് കർത്താവിൽ മുഖാന്തരം രക്ഷ പ്രാപിച്ചു. ഇന്ന് and then Jesus says, you follow me. എന്റെ പിൻപാകെ you come after me. നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ we need to die to ourselves. Praise the Lord. നമ്മൾ മരിക്കുമ്പോൾ we can be like Jesus. We can attract many people like him. And so let me tell you that we should be willing to die to ourselves. We should be willing to die to the world in order to be fruitful. We should give more importance on the things of God's kingdom than seeking our own pleasures. We should be willing to serve God and follow after his direction. ഒരു ഇടയന്റെ പുറകെ ആട് പോകുന്ന പോലെ കർത്താവിന്റെ പുറകാലെ നമ്മൾ ഫോളോ ചെയ്യണം. We need to look at him and follow after him. So this is the third thing I told you why we need to look at him. The fourth and the final one I want to tell you is that also we need to look at Jesus to lead other people to the Lord. മറ്റേവരെ നമ്മൾ കർത്താവിലേക്ക് ആകർഷിക്കാൻ നമ്മൾ കർത്താവിലേക്ക് നോക്കണം. ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ച എക്സാമ്പിള് from 21 to 26. ഇവിടെ they come to Philip. പക്ഷെ ഫിലിപ്പ് നേരെ കർത്താവിന്റെ അടുക്ക പോകാതെ he goes to Andrew. Andrew and Philip comes to Jesus. You know, somebody comes to you, say, I want to see Jesus. We should be willing to take that person to the Lord. നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കർത്താവ് തരുന്നുണ്ട്. Because of the problems that are going on, these are wonderful times to lead others to the Lord. He is the one who can save people from their sin. One of the greatest priorities should be നമ്മുടെ വിശ്വാസം we need to share our faith with other people. അനേകർ ഒത്തിരി പ്രയാസങ്ങൾ കൂടെ പോകുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടത് കർത്താവാ വേണ്ടത്. We are the ones to lead them to the Lord. So ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞ വിഷയം ഇതാ, that we need to run this race looking at Jesus, the author and finisher of our faith. ഒരു വിധത്തിലും വ്യാകുലപ്പെടല്ല. Let me tell you, whatever may happen, God knows. He knows our yesterdays, he knows our todays, and he knows our tomorrows. നാളത്തെ അറിയുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കർത്താവിനെയാ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. He is in control. Brothers and sisters, I feel in my spirit there are some of you who are very down in your life. You have come across many unforeseen news and you are totally very down. Tonight the Lord wants to speak to you. Rise up and look up to me. I will take you up. I will take you to places that you can never imagine. കർത്താവ് കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. Let me tell you that let us hold on to him. Let us leave aside all our trust in everything that we believe. എല്ലാം നമ്മൾ ലൂസായിട്ട് പിടിച്ചിട്ട് നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. This is the message for you today. Fix your eyes upon Jesus. Look to him and he will take you great places. Many times നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് വേണം, പക്ഷെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ we are very reluctant to do it. ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്തട്ടെ, എന്റെ സമയം അടുത്തു തീരാറായി. In Luke chapter 4, ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്റെ ജീവിതത്തിന്റെ ആ പ്രിയാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാക്യം ഞാൻ വായിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. Luke chapter 4 അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന അവരുടെ കണ്ണ്, അവിടെ ഇരുന്നവരുടെ കണ്ണെല്ലാം കർത്താവിന്റെ മേൽ പതിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. I think that is what in Malayalam.
The eyes of everybody were fixed on Jesus. ലൂക്കോസ് 4:20. And then ആ ലാവണ്യ വാക്കുകൾ അവർ കേട്ടപ്പോൾ they were very much, they loved him. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്നറിയോ? അതിന്റെ rest of the story നമ്മൾ വായിക്കുമ്പോൾ, when Jesus told the truth, they wanted to kill him. അവർ കർത്താവിലേക്ക് നോക്കി, പക്ഷെ the end was that they wanted to kill him because he was not according to their agenda. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അജൻഡാസ് എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിന് ഇതിനെ കുറിച്ച് ഒരു വൻ കാര്യം ചെയ്യാനുണ്ട് ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ I want to tell you through your church, ഷിക്കാഗോയിൽ നിങ്ങളെ ആ സഭയെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. God wants to use you. Hallelujah. Every one of you, നിങ്ങൾ എല്ലാവരിലും ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. This is not by an accident. കർത്താവ് അറിയാതല്ല ഇത് നടന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശോഭിക്കണം. We need to trust in the Lord. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ നമ്മൾ നടക്കണം. We need to walk by faith. We need to let our sins away. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ മാറ്റണം. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മൾ മാറ്റി ഈ ഓട്ടക്കാലത്തിൽ നമ്മൾ ഓടണം. നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് പതിക്കണം. Praise the Lord. Hallelujah. നമ്മൾ പതിയുമ്പോൾ ദൈവം നമ്മളെ എടുത്ത് വലുതായിട്ട് ഉപയോഗിക്കും. അന്നും ഇന്നും ജീസസ് ഇസ് ദ സെയിം. കർത്താവിന്റെ പ്രവൃത്തിയിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇന്നും ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. I want to exhort every brother and sister sitting here. നിങ്ങളെ കുറിച്ച് ചെറുതായിട്ട് ചിന്തിക്കല്ല. You are great in the sight of God. You are a vessel in the hand of God. God can use you mightily. Just put your trust in the Lord. Leave your faith from everything else in the world. എല്ലാത്തിലും നമ്മുടെ വിശ്വാസം മാറ്റി കണ്ണ് കർത്താവിലേക്ക് പതിക്കുക. Put your eyes upon Jesus. He is going to lift you up. നിങ്ങളെ ഒരു വേറൊരു ലെവലിലേക്ക് ദൈവം എടുത്ത് ഉപയോഗിക്കും. God is going to use you. Hallelujah. ഞാൻ ഒരു നിമിഷം ഈ സഭയ്ക്ക് വേണ്ടി ദേവദാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. And I will close right now. Heavenly Father, in the name of Jesus, കർത്താവേ, ഈ പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിലയേറിയ ദേവദാസിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for his family. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ കോവിഡിന്റെ ഈ അനുഭവത്തിൽ ഈ സഭയെടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. ആ ഇലനോയിൽ കർത്താവ് ഒരു വലിയൊരു പ്രവൃത്തി ഈ സഭയെ കുറിച്ച് കർത്താവിന്റെ ഉദ്ദേശം നിവർത്തിക്കണമേ. അനേക കർത്താവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. ഭൂതങ്ങൾ അലറി ഓടട്ടെ. മരിച്ചവർ ഉയർന്ന് എഴുന്നേക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശ്വാസികളും ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു. I pray for every believer, every brother, every sister, every young person in the name of Jesus, Lord. That you use them mightily, Father God, for your glory, Father Lord. I pray you use them to spread the message, the powerful message that you are the Savior of the world. And Lord, you are the answer for every problem that they are going through. I bless this church in the name of Jesus. കർത്താവേ, സമൃദ്ധി കൊടുക്കണമേ ഈ ദിവസങ്ങളിൽ. അനേകരെ തൊടാനുള്ള കർത്താവ് കൃപാകരം കർത്താവ് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. I pray that you bless them abundantly. I give you all the glory. In Jesus' precious name I pray. Amen. I want to thank the pastor and thank you for the church for giving me this opportunity. God bless you. Thank you.